നമ്മുടെ ഉപവാസത്തിൻ്റെ 3ാമത്തെ സെഷനായിട്ട് ഇന്ന് സന്ധ്യാസമയം കടന്നു വരുവാൻ ദൈവം ഒരുക്കിയ നല്ല സാവകാശത്തിനായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞൊരു രാത്രി കാലവും ഇന്ന് പകൽക്കാലവും കർത്താവിൻ്റെ ദാസന്മാരുടെ ദൈവം തൻ്റെ ശ്രേഷ്ഠമായ ദൂതുകൾ അറിയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇന്ന് സന്ധ്യാസമയത്തെ ശുശ്രൂഷയ്ക്കായിട്ട് നമുക്ക് വളരെ ശ്രദ്ധയോടെ നമുക്ക് പ്രാർത്ഥിക്കാമല്ലോ. കർത്താവിൻ്റെ ദാസനെ ദൈവം ബലപ്പെടുത്തുവാനായിട്ട് പരിശുദ്ധാത്മാവിൻ്റെ അധികാരത്തോടെ ശുശ്രൂഷ ചെയ്യുവാനായിട്ട് നമുക്ക് പ്രാർത്ഥനയുടെ ആയിരിക്കാം. വളരെ പ്രതീക്ഷയോടെ നമുക്കായിരിക്കാമല്ലോ. തുടർന്നുള്ള സമയത്തെ ശുശ്രൂഷയ്ക്കായിട്ട് കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ മാത്യു ജോർജിനെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ ഇരുന്നു കൊള്ളുന്നു. കർത്താവിൻ്റെ അതിപരിശുദ്ധനാമം ഈ രാത്രിയിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്കൊന്നിച്ച് കർത്താവിൻ്റെ പാദപീഠത്തിലായിരിക്കാൻ ദൈവം നൽകി തന്ന അവസരത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് പൽക്കാലം ഇന്ന് രാത്രിയിലും ഇവിടെ ശുശ്രൂഷിക്കുവാൻ കർത്താവിനെ ഏൽപ്പിച്ച ആലോചന അറിയിക്കുവാൻ ക്ഷണിച്ച കർത്താവിൻ്റെ ശ്രേഷ്ഠദാസൻ, കുടുംബം, സഭയിലെ പ്രിയപ്പെട്ടവർ, അതുപോലെ ഇതിന് നേതൃത്വം കൊടുത്ത യുവാക്കളും യുവതികളുമായ പ്രിയപ്പെട്ടവർ എല്ലാവർക്കുമായി യേശു ക്രിസ്തുവിൻ്റെ നിശ്ചലനാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുകയാണ്. ഇന്ന് രാത്രിയിലും ദൈവകൃപയിലായിരിക്കാൻ വലിയവനായ ദൈവം സഹായിച്ചുവല്ലോ. ഇന്ന് പകലത്തെ മീറ്റിങ്ങിന് ശേഷം കുറച്ച് സമയത്ത് പ്രാർത്ഥിപ്പാൻ പ്രിയ സഹോദരന്മാരുമായി ദൈവം നൽകി തന്ന അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു. നിശ്ചയമായിട്ടും അത് ഞങ്ങൾക്ക് എല്ലാവർക്കും അനുഗ്രഹമായി തരുവാൻ ദൈവം സഹായിച്ചു. അതിനായി കർത്താവിനെ സ്തുതിക്കുന്നു. ഇവിടെയുള്ള 13ാം വാക്യം ഒരാൾക്ക് ശബ്ദമുയർത്തി വായിക്കാം. 91 സങ്കീർത്തനം അതിൻ്റെ 13ാം വാക്യം. അടുത്തോടെ വായിച്ചാട്ട്. പ്രൈസ് ദി ലോർഡ്. നമുക്ക് സുപരിചിതമായ വേദഭാഗമാണ്. നമ്മൾ പലപ്പോഴും ആ ഭാഗം വായിച്ച് വിട്ടുപോകുന്ന സാഹചര്യമുണ്ട്. എല്ലാവരും ഇവിടെ ശ്രദ്ധിക്കണമേ. പകൽ ഓർപ്പിച്ച പോലെ വീട്ടിൽ ബൈബിൾ വായിക്കാൻ പിശാച് ഒട്ടും സമ്മതിക്കത്തില്ല എന്ന് ഉള്ളവർ മാത്രമേ ബൈബിൾ വായിക്കാവൂ. നിങ്ങൾക്ക് ഈ പ്രസംഗം തീരുന്നവരെയും ബൈബിൾ വായിക്കാനുള്ള അവസരമുണ്ട്. അല്ലാത്തവരെല്ലാം ശ്രദ്ധിക്കുവാൻ ഓർപ്പിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം സംസാരിച്ച ഒരു കാര്യമുണ്ട്. ഞാൻ വന്നതിൽ ഞാൻ തൃപ്തിയുള്ളവനായിട്ടാണ് ഞാൻ മടങ്ങുന്നത്. എനിക്ക് പ്രിയ സഹോദരങ്ങൾക്ക് വേണ്ടിയും ഞങ്ങൾ ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിപ്പാനും ദൈവാലോചന കേൾപ്പാനും ദൈവശക്തി പ്രാപിപ്പാനും ഒക്കെ സഹായിച്ചതിനായി കർത്താവിനെ സ്തുതിക്കുകയാണ്. നാളെയും ഇതുപോലെ തന്നെ മറ്റ് തലത്തിൽ കുടുംബങ്ങളിൽ ഉള്ള പ്രാർത്ഥനകളുണ്ട്. അവിടെ അതിൻ്റെ പോരാട്ടങ്ങൾക്ക് വേണ്ടി നിൽക്കുകയാണ്. ദൈവജനം അതിന് പുറപ്പെടുകയാണ് നാളെ. അതിൻ്റെ പിന്നിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതുണ്ട്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ബലഹീനനായ ഷെയ്പ്ലെസ്സായ പത്രോസിനെ കണ്ട് പിശാചി ചോദിക്കുകയാണ്, എന്തിനു കൊള്ളാം, ഇവനെയും കൊണ്ടാണോ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുത്തുവാൻ പോകുന്നതെന്ന് ദൈവസന്നിധിയിൽ പിശാച് ചോദിക്കുമ്പോൾ ദൈവം പറയുകയാണ്, അവൻ ഷെയ്പ്ലെസ്സാണ്, അവന് രൂപമില്ല. കാര്യം ശരിയാണ്. പക്ഷേ പിശാചെ, നീ ഒരു കാര്യം മനസ്സിലാക്കണം, ഷെയ്പ്ലെസ്സായ പത്രോസും ഷെയ്പ്പുള്ള ഞാനും തമ്മിൽ ഒന്ന് യോജിക്കാൻ പോകുകയാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. രൂപമില്ലാത്ത പരാജിതനായ എടുത്തിയാട്ടക്കാരനായ ഈ ഷെയ്പ്ലെസ്സായ പത്രോസ് ഉണ്ടല്ലോ, അവൻ ഇങ്ങനെ ഇന്ന് നിൽക്കുന്നെങ്കിലും അവനും ഞാനും തമ്മിൽ ഒന്ന് യോജിക്കാൻ പോകുകയാണ്. അത് പാതാള ഗോപുരത്തിൻ്റെ സർവ്വ ആലോചനകളെയും തകർക്കുന്ന ഒരു യോജിപ്പായി അത് മാറ്റപ്പെടുവാനിടയാകും. ഇന്ന് രാത്രിയിൽ ഇവിടെ ഇരിക്കുന്ന ദൈവജനത്തെ നോക്കി പരിശുദ്ധാത്മാവ് വ്യക്തമായി വിളിച്ചു പറയുകയാണ്, ഷെയ്പ്ലെസ്സായ നീയും ദൈവം തമ്മിലൊന്ന് യോജിക്കാൻ പോകുകയാണ്. ദൈവം നിന്നെ ചേർത്ത് പണിയപ്പെടുവാൻ പോകുകയാണ്. അത് ഈ നാളുകൾ മുതൽ, നീ മാതാവിൻ്റെ ഉദരത്തിൽ ഉരുവാകുന്ന സമയം മുതൽ, നീ ജനിച്ചു വീണ സമയം മുതൽ ഈ ആയുസ് വരെ നിനക്കെതിരെ പദ്ധതി ഒരുക്കുക. പൈശാചിക വ്യാപാരത്തിൻ്റെ പദ്ധതികളെ തകർക്കുന്നൊരു യോജിപ്പായി അത് മാറ്റപ്പെടുവാനിടയായി തീരും. ഇന്ന് രാത്രിയിൽ എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? അതിനായി ദൈവത്തെ സ്തുതിക്കാൻ പോകുകയാണ്. ദൈവസന്നിധി പൽക്കാലം സ്തോത്രം ചെയ്യാൻ പോകുകയാണ്. ഇന്ന് രാത്രിയിൽ വിശ്വസിക്കുക, പാതാള ഗോപുരത്തിൻ്റെ ശക്തിക്ക് നമ്മളെ തകർക്കുവാൻ കഴിയില്ല. ഞാൻ എൻ്റെ പട്ടണത്തിൽ നിന്ന് വെല്ലുവിളിക്കാറുണ്ട്, ഇവിടുത്തെ 33 കോടി ശക്തികളോട് എനിക്കെതിരെ വന്നാലും ഞാൻ വെല്ലുവിളിക്കുകയാണ്, അത് വരട്ടെ, അതിനെ തൊടുവാൻ കഴിയില്ല എന്ന് ഞാൻ വെല്ലുവിളിക്കാറുണ്ട്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്.
പിശാചിനെ നമുക്ക് ഇന്ന് ഞാൻ സഹോദരങ്ങളൊക്കെ പറയല്ലോ, ലാസറുമാത്തി പാസ്റ്റ് പറയുന്ന ഒരു കാര്യമുണ്ട്. വിശ്വാസികൾ അഭിഷേകത്തിൻ്റെ ശക്തി പ്രാപിക്കണമെങ്കിൽ 2 കാര്യം സംഭവിക്കണം. 1, സഭയിൽ ഭൂതമിളകണം. 2, രാവിലെ ഡോർ തുറക്കുമ്പോൾ 5-6 തെറ്റിപ്പൂ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കര ആത്മാവിലാകും. കൃപാവരം പ്രാപിക്കും, വിവേചനപരം എല്ലാം നമ്മൾ പ്രാപിക്കും. വിവേചനം പ്രാപിച്ചിട്ട് നമ്മൾ പറയുന്നത് അപ്പുറത്ത് നമ്മളോട് വൈരാഗ്യമുള്ള തോമാച്ചൻ തന്നായി തെറ്റിപ്പൂ ഇവിടെ കൊണ്ടിട്ടത്. അതുകൊണ്ട് പ്രാർത്ഥിക്കണം. ഞാൻ ഇന്നിവിടെ ഇരിക്കുമ്പോൾ ഒരു സഹോദരി ഒരു 6:30 കഴിഞ്ഞപ്പോൾ എൻ്റെ ദേശത്തുള്ളൊരു സഹോദരി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, പാസ്റ്റേ 3 ദിവസം ഉപവാസം ഇരിക്കണം. ഞാൻ ചോദിച്ചു എന്തിനാ? അച്ചായൻ്റെ ജീവിതത്തിൽ പിശാചിൻ്റെ പ്രവൃത്തി വിട്ടുമാറാൻ. ഞാൻ ചോദിച്ച സഹോദരി, അച്ചായൻ്റെ ജീവിതത്തിലെ പിശാചിൻ്റെ പ്രവൃത്തി വിട്ടുമാറാൻ നമുക്ക് പ്രാർത്ഥിക്കാം, പക്ഷെ സഹോദരിയുടെ ജീവിതത്തിലെ പിശാചിൻ്റെ പ്രവൃത്തികൾ വിട്ടുമാറാൻ എപ്പോഴാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടതെന്ന് ചോദിച്ചു. ഇന്ന് രാത്രിയിൽ ഓർക്കുക, ചിലതിൻ്റെ കാരണങ്ങളെ നമുക്കറിയില്ല. ഞാൻ ഈ ഇടയ്ക്ക് മാർത്താണ്ഡത്ത് ശുശ്രൂഷിക്കാൻ കടന്നു വന്ന സമയത്ത് രാജേഷ് എന്ന് പറയുന്ന ഒരു സഹോദരൻ, എനിക്ക് ചിരി വരും ആ രംഗം പറയുമ്പോൾ. അദ്ദേഹത്തിൻ്റെ ഭാര്യ രാജേഷിനെക്കാട്ടിലൊരു 4 മടങ്ങ് വലിപ്പമുള്ള ഭാര്യ. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. ഈ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ സഹോദരി വെളിയിലേക്ക് ഇറങ്ങിപ്പോയപ്പോൾ രാജേഷ് പെട്ടെന്ന് വെളിയിലേക്ക് ഇറങ്ങിപ്പോയി. അവിടെ നിന്ന് ഏതാണ്ടൊക്കെ സംസാരിച്ച് ഞാൻ വിചാരിച്ചു വല്ല ഫോണിൻ്റെ വിഷയമല്ലോ ആയിരിക്കും. അത് കഴിഞ്ഞ് കയറി വരുമ്പോൾ ജനത്തിൻ്റെ ഇടയിലേക്ക് വരുമ്പോൾ 1-ാം തരം ഫുട്ബോൾ പ്ലെയറിൻ്റെ കൂട്ട് രാജേഷിനെ എടുത്തിട്ട് പൊഴിക്കുന്നത് കണ്ടു. ഞാൻ പറഞ്ഞു, ഇപ്പോൾ ഒന്നും പിടിക്കാൻ പോകരുത്, ആ സഹോദരി ഇഞ്ഞ് കൊണ്ടുവന്നാൽ മതി, നമുക്ക് പ്രാർത്ഥിക്കാം. അവിടെ മേലുള്ള ഭൂതം ഇറങ്ങാൻ ഭൂതശക്തി ഇളകിയതാണ്. ഞാൻ രാജേഷിൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തീരുമാനിച്ചു. ഞാൻ പറഞ്ഞു, നാളെ പകല് പ്രാർത്ഥിക്കാം, രാത്രിയിൽ അവിടെ പ്രാർത്ഥിക്കാൻ സാഹചര്യമില്ല, ഇതിൻ്റെ ദേഹത്ത് കയറിയിരിക്കുന്ന വലിയ ശക്തിയാണെന്നറിയാം. പക്ഷേ പ്രാർത്ഥിക്കാൻ മുമ്പോട്ട് വിളിച്ചു കഴിഞ്ഞപ്പോൾ രാജേഷും മുമ്പോട്ട് കടന്നു വന്നു. അവർ സ്നാനപ്പെട്ടിട്ടില്ല, പുതിയതായിട്ട് വരുക സഭയിൽ. രാജേഷും മുമ്പോട്ട് കടന്നു വന്നു. ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞു, ഇവൻ്റെ അകത്ത് കൊടിയ കൈവശം ഇരിപ്പുണ്ടെന്ന് പറഞ്ഞു. ഞാൻ അവൻ്റെ വയറിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. ഞങ്ങൾ 4-5 പേര് പിടിച്ചാൽ പറ്റാത്തതുപോലെ അകത്ത് പോയിരിക്കുന്ന കൈവശം ഛർദ്ദിച്ചു വെളിയിൽ വരട്ടെന്ന് കൽപ്പിച്ചപ്പോൾ അവനത് അന്ന് രാത്രി ഛർദ്ദിച്ചു. ഭാര്യയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാ വന്നെങ്കിലും രാജേഷിന് പ്രശ്നമൊന്നുമില്ലെന്ന് രാജേഷ് പറഞ്ഞെങ്കിലും രാജേഷിൻ്റെ കെട്ടഴിഞ്ഞപ്പോഴാണ് ഭാര്യയുടെ കെട്ടഴിവാനിടയായി തീർന്നത്. ഇന്ന് രാത്രിയിൽ ഓർക്കണം, പലതിൻ്റെ ഉറവിടങ്ങൾ നമുക്കറിയില്ല, പലതിൻ്റെ കാരണങ്ങൾ നമ്മൾക്കറിയില്ല. പ്രതീക്ഷിക്കുന്ന സംഭവങ്ങൾ, മുമ്പിൽ കാണുന്ന പ്രത്യക്ഷത്തിൽ കാണുന്ന കാര്യങ്ങളിൽ നമ്മൾ തീരുമാനമെടുക്കുമ്പോൾ അതിൻ്റെ പിന്നിൽ മറഞ്ഞു കിടക്കുന്ന ചില കാര്യങ്ങളുണ്ടെന്നൂടെ നമ്മൾ ഇന്ന് രാത്രിയിൽ മനസ്സിലാക്കിയിരിക്കണം. സ്തോത്രം, സ്തോത്രം. ശബ്ദമൂർത്തി കർത്താവിനെ സ്തുതിക്കാം നമുക്ക്. യേശുവിൻ്റെ രക്തത്താൽ ജയം. ഇവിടെ പറയുന്ന വാക്ക് ഇതന്നെ, ദൈവത്തിൻ്റെ ദൂതൻ നിന്ന് ഇതുപോലെ പുൾപിറ്റിൻ്റെ സൈഡിൽ നിന്ന് എൻ്റെ ഏകമായ പ്രാർത്ഥനയിൽ നിന്ന് എന്നോട് പഠിപ്പിച്ച പ്രസംഗം പഠിപ്പിച്ച ദൈവത്തിൻ്റെ ദൂതാണ് ഇന്ന് രാത്രി ഇവിടെ സംസാരിക്കുന്നത്. എനിക്കറിയാം ഈ അന്തരീക്ഷത്തിൽ ഇവിടെ സംസാരിക്കാൻ പറ്റുന്ന ദൂതല്ലെന്നും എനിക്കറിയാം. പക്ഷേ ഈ ദൂത് ഇവിടെ സംസാരിക്കുവാൻ എത്രത്തോളം അത് പറ്റുമെന്ന് ദൈവം പറയുന്ന സ്ഥലത്ത് നിന്നും ഞാൻ നിർത്തും. എത്രത്തോളം പറ്റുമെന്ന് സംസാരിക്കുമെന്നും എനിക്കറിയില്ല. പക്ഷേ ഇന്ന് രാത്രിയിൽ ദൈവത്തിൻ്റെ വിടുതൽ ചില ജീവിതങ്ങളുടെ മേൽ വെളിപ്പെടും. അത് പ്രത്യക്ഷത്തിൽ സംഭവിക്കും. അത് ദൈവത്തിൻ്റെ ക്രിയയ്ക്കായി ഇന്ന് രാത്രി ദൈവത്തെ സ്തുതിക്കുകയാണ്. ദൈവസന ഇന്ന് രാത്രി സ്തോത്രം ചെയ്യുകയാണ്. വചനം പറയുന്നത്, സിംഹത്തിൻ്റെ മേലും അണലിമേലും നീ ചവിട്ടും, ബാലസിംഹത്തെയും പെരുമ്പാമ്പിനെയും നീ മെതിച്ച് കളയും. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ഞാൻ പോരാട്ടത്തിൽ നിൽക്കുന്ന ആളായതുകൊണ്ട് ശക്തമായ മന്ത്രവാദികളോട് പോരാടാറുണ്ട്. എൻ്റെ ദേശത്ത് എനിക്കെതിരെ, അവിടുത്തെ പ്രവർത്തനത്തിനെതിരെ പോരാടുവാൻ മന്ത്രവാദി ജോൺ സാമി എന്ന് പറയുന്ന ഒരുവൻ, കൊടിയ മന്ത്രവാദി, ആ ദേശത്ത് അവൻ വളരെ ശല്യം വേലയ്ക്കെതിരെ ഉണ്ടാക്കി. എങ്കിലും ദൈവം പറഞ്ഞു, 2013 ഡിസംബർ 31 ഇവനെ ഞാൻ ഈ ദേശത്തുനിന്ന് മാറ്റുമെന്ന് പറഞ്ഞു. 2013 ഡിസംബർ 30 ഒന്നും സംഭവിച്ചില്ല. പക്ഷെ 31 രാവിലെ അവൻ എൻ്റെ ദേശത്തുനിന്ന് മാറിപ്പോകാനിടയായി തീർന്നു.
പ്രൈസ് ദി ലോർഡ്. മന്ത്രവാദികളുടെ കാര്യം പറയുമ്പോൾ നിങ്ങൾക്ക് ഭയമുണ്ടാകും, പക്ഷെ ഭയക്കേണ്ട കാര്യമില്ല. യഹോവ നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം ആരുമില്ല. ഇന്ന് രാത്രിയിൽ എത്ര പേർ വിശ്വസിക്കുന്നു യഹോവ നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമായിട്ട് ആരും നമുക്ക് വേണ്ടിയില്ല? ഇവിടെ വലിയ വലിയ പോയിന്റ്, വലിയ വിഷയമാണ് ദൈവത്തിൻ്റെ ആത്മാവ് ഈ ഭാഗത്ത് സംസാരിക്കുന്നെങ്കിലും ഒരു ദൈവ പൈതലിനെ കുറിച്ച്, ഒരു ദൈവ പ്രവൃത്തിയെക്കുറിച്ച്, ഒരു ദൈവ സഭയെക്കുറിച്ച് ദൈവം നൽകുന്ന രണ്ട് തരത്തിലുള്ള കാര്യമാണ്. സിംഹത്തിന് മേലും അണലിമേലും നീ ചവിട്ടും. അവിടെ വചനം പറയുന്നത് സിംഹത്തെ കണ്ടിട്ട് ചവിട്ടിയിട്ട് നീ പേടിച്ചോടുന്ന കാര്യമല്ല പറയുന്നത്, അണലിയെ കണ്ടിട്ട് ഓടിപ്പോകുന്ന കാര്യമല്ല പറയുന്നത്. സിംഹത്തിൻ്റെ മേലും അണലിമേലും നീ ചവിട്ടും, അത് നിന്നെ തകർക്കുമെന്ന് പറഞ്ഞില്ല. അതിനുശേഷം വാക്യത്തിൽ പറയുന്നത് അവൻ എന്നോട് പറ്റിയിരിക്കയാൽ ഞാൻ അവനെ വിടുവിക്കും. ഇന്ന് രാത്രി എത്ര പേർക്ക് പറയാൻ കഴിയും ആമീൻ? സിംഹത്തിൻ്റെ മേലും അണലിമേലും നീ ചവിട്ടിയാലും ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു ദൈവ പൈതലാണോ വിടുവിക്കാൻ ഉയരത്തിലെ ദൈവം അക്ഷരികമായിട്ട് ഇറങ്ങി വരും. സ്തോത്രം, സ്തോത്രം. യേശുവിൻ്റെ രക്തത്താൽ വചനത്താലും ഇന്ന് രാത്രിയിൽ ജയമെടുക്കുന്നു. ദൈവസഭയ്ക്ക് ഇവിടെയുള്ള മാറാനാഥ ചർച്ചിൽ ഇവിടെ ആയിരിക്കുന്ന ദൈവജനം, ഇതിൻ്റെ അകത്ത് നിറച്ച് ദൈവജനം ദൈവത്തെ ആരാധിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പല ഭാഷകളിൽ ആരാധിക്കുന്നു. ഈ സഭയിൽ ദൈവത്തെ ആരാധിക്കാനും ദൈവവചനം കേൾക്കാനും ദൈവത്തിൻ്റെ ദൂത് കേൾക്കാനും ആമി താല്പര്യമുള്ള ഒരു കൂട്ടം ജനത്തിനെയല്ല കർത്താവിന് ആവശ്യം. അത് എല്ലാ ദേശത്ത് സംഭവിക്കുന്നുണ്ട്, എല്ലാ ദേശത്തും നടക്കുന്നുണ്ട്. പക്ഷെ തിരുവനന്തപുരം ദേശത്തെ അടക്കി വാഴുന്ന അന്ധകാരത്തിന്റെ ശക്തികളെ പിടിച്ചടക്കാൻ, ബന്ധിക്കാൻ കഴിവുള്ള ചിലരെ ഇതിന്റെ അകത്ത് നിന്ന് ദൈവം ഇന്ന് പൽക്കാൽ രാത്രി താല്പര്യപ്പെടുകയാണ്. എഴുന്നേൽക്കുന്ന ദൈവജനത്തിനായി ദൈവത്തെ സ്തുതിക്കുകയാണ്. ദൈവസന്നിധി ഇന്ന് രാത്രി സ്തോത്രം ചെയ്യുകയാണ്. സ്തോത്രം. കൈയടിച്ച ആത്മാവിലായി, അത് തെറ്റല്ല, അത് നല്ലതാണ്. അങ്ങനെ ദൈവത്തെ സ്തുതിക്കുന്ന ദൈവജനത്തെ ദൈവം നോക്കുന്നു, അവർ ആരാധനയെ ദൈവം പ്രസാദിക്കുന്നു. പക്ഷേ ദൈവസഭയെ അടക്കി വാഴുന്ന, ഐക്യതയെ തകർക്കുന്ന, കുടുംബങ്ങളെ തകർക്കുന്ന, ദേശത്തടക്കി വാഴുന്ന പൈശാചിക ശക്തിക്കെതിരെ ആരെഴുന്നേൽക്കും? ഇന്ന് രാത്രി ഇതിന്റെ നടുവിൽ നിന്ന് എഴുന്നേൽക്കാൻ ഒരുക്കമുള്ള ദൈവജനത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. Praise the Lord. Praise the Lord. Praise the Lord. നമ്മൾ വിചാരിക്കുന്നത് ദൈവസന്നിധിയിൽ ഒത്തിരി കാര്യം ദൈവം പഠിപ്പിച്ചതുണ്ട്, എല്ലാം പറയാൻ പറ്റില്ലല്ലോ. നമ്മൾ വിചാരിക്കുന്ന ഒരു കാര്യമുണ്ട്, പാട്ടുപാടി ആരാധിച്ചുകൊണ്ട് ഇരുന്നാൽ മാത്രമങ്ങ് നമുക്ക് വളർച്ച പ്രാപിക്കാൻ കഴിയുമെന്ന് നമ്മൾ വിശ്വസിക്കാറുണ്ട്. ഇല്ല പ്രിയരെ, നിനക്കൊരു ഉയർച്ച വേണമെങ്കിൽ ഞാനത് വ്യക്തമായി പറഞ്ഞു തരാം. ഇന്ന് പകൽക്കാലം ഓർപ്പിച്ചല്ലോ, 40 ദിവസം ഗോലിയാത്തിനെ വെല്ലുവിളിച്ചു കൊണ്ടിരുന്ന ഇസ്രായേൽ ജനത്തെ വെല്ലുവിളിച്ചു കൊണ്ടിരുന്ന ഗോലിയാത്തിനെ തകർക്കാൻ ദാവീദ് വരുന്നത് നമുക്ക് കൃത്യമായിട്ട് അറിയാൻ കഴിയും. നമ്മളൊന്ന് ചിന്തിച്ച് നോക്കണമേ. ഞാൻ ചിലർക്കൊക്കെ പറയാനുള്ള കാര്യമാണ്, ഗോലിയാത്തിനെ പോലൊരു സമാധാന യുദ്ധപ്രിയം വേറെ ആരുമില്ല. അദ്ദേഹം പറഞ്ഞു എന്നാ ആമീൻ, എല്ലാവരുടെ യുദ്ധം ചെയ്യേണ്ട കാര്യമില്ല, ഞാൻ വരാം, ഞാൻ വന്ന് നിൽക്കുക. നിങ്ങളുടെ ഇടയിൽ നിന്ന് എന്നെ പൊരുതി തോൽപ്പിക്കാൻ പറ്റുന്ന ഒരാളിഞ്ഞ് വന്നു കഴിഞ്ഞാൽ അവൻ എന്നെ തോൽപ്പിച്ചാൽ ഞങ്ങളെല്ലാം നിങ്ങൾക്കടിമ. ആമീൻ, ഞാൻ അവനെ തോൽപ്പിച്ചാൽ നിങ്ങളെല്ലാം ഞങ്ങൾക്കടിമ. അത് വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുക. ഒരു ദിവസം വെല്ലുവിളിച്ചു, 2 ദിവസം വെല്ലുവിളിച്ചു, 3 ദിവസം വെല്ലുവിളിച്ചു, 4 ദിവസം വെല്ലുവിളിച്ചു. അവൻ 40 ദിവസം വെല്ലുവിളിക്കേണ്ടി വന്നു. സ്തോത്രം. നമ്മളത് എന്ത് ചെയ്യും? 1 വന്നില്ല, 2 വെല്ലുവിളിച്ചു വന്നില്ല, 3 വെല്ലുവിളിച്ചു വന്നില്ല. എന്നാൽ നിങ്ങളെല്ലാം പരാജയപ്പെട്ടുവെന്ന് ആമേൻ സമ്മതം അവിടെ കാണുന്നത്. പക്ഷേ 40 ദിവസമല്ല 400 ദിവസവും അവനെ വെല്ലുവിളിക്കേണ്ടി വന്നാലും ദൈവം വെച്ചിരിക്കുന്ന ബൗണ്ടറിക്കപ്പുറത്തേക്ക് ഗോലിയാത്തിന് കടക്കാൻ പറ്റില്ല. കാര്യം നിൽക്കുന്നത് ദൈവത്തിൻ്റെ ജനമാണ്, ദൈവത്താൽ വീണ്ടെടുക്കപ്പെട്ട ജനമാണ്, അബ്രഹാമിൻ്റെ സന്തതികളാണ്. ഒരു വെല്ലുവിളി കൊണ്ട് കടക്കണമെങ്കിൽ ഉയരത്തിലെ ദൈവം അനുവദിക്കാതെ കടക്കാൻ കഴിയില്ല എന്ന് ഇന്ന് രാത്രി വ്യക്തമായി മനസ്സിലാക്കണം. പ്രൈസ് ദി ലോർഡ്.
നമ്മൾ റോഡിൽ കൂടെ സഞ്ചരിക്കുമ്പോൾ അന്യഭാഷ പറയുന്നവരല്ല വണ്ടി ഓടിച്ചെതിരെ വരുന്നത്. ലക്കുകെട്ടവന്മാർ, സുബോധം നഷ്ടപ്പെട്ടവന്മാർ, മറ്റു പല ചിന്തയിൽ കൂടെ വന്നിരിക്കുന്ന ആ ജനത്തെ അപകടം ഇല്ലാഞ്ഞിട്ടല്ല, അപകടം വരാഞ്ഞിട്ടുമല്ല ഇന്ന് പകൽ രാത്രി നമ്മൾ ജീവനോട് ഇരിക്കുന്നത്. പക്ഷെ തകർക്കാൻ ശത്രു കെണികൾ ഒരുക്കിയപ്പോൾ അതിന്റെ നടുവിൽ ഇറങ്ങി വന്ന് ജീവനോടെ നിർത്തിയ ദൈവത്തെ ഇന്ന് രാത്രിയിൽ എത്ര പേർ സ്തുതിക്ക് അവർക്കായി കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. Praise the Lord. Praise the Lord. Praise the Lord. യേശുവിന്റെ രക്തത്താലും യേശുവിന്റെ വചനത്താലും ഇന്ന് രാത്രിയിൽ ജയമേറ്റെടുക്കുകയാണ്. നോക്കിയെ വെല്ലുവിളിക്കാൻ പിശാച് വെല്ലുവിളിക്കും, പക്ഷെ നിന്നെ തൊടാൻ പറ്റില്ല. അരെ ദൈവത്തിനറിയാം, ദൈവത്തിനൊരു പ്രതീക്ഷയുണ്ട്. എന്താണെന്നറിയാമോ? നീ എഴുന്നേറ്റ് വരുന്നൊരു ദിവസമുണ്ട്. രാത്രിയിൽ എത്ര പേർ വിശ്വസിക്കുന്നു നീ എഴുന്നേറ്റ് വരുന്നൊരു ദിവസമുണ്ടെന്ന്? കർത്താവിന് ശക്തമായ പ്രതീക്ഷയുണ്ട്. അതുകൊണ്ട് പിശാചിൻ്റെ വെല്ലുവിളി മുഴക്കിയിട്ടും അകത്തേക്ക് അവനെ കടത്തിവിടാഞ്ഞത്. ഒരു നാളിൽ എൻ്റെ ഈ മകൾ എഴുന്നേൽക്കും, ഒരു നാളിൽ എൻ്റെ ഈ മകൻ എഴുന്നേൽക്കുമെന്ന് വ്യക്തമായ ഉറപ്പ് ദൈവത്തിനുണ്ട്. രാത്രിയിൽ എത്ര പേർക്ക് ഉറപ്പുണ്ട്? എനിക്ക് പറ്റും, എൻ്റെ ദൈവത്തിന് എന്നെക്കുറിച്ചൊരു പ്രത്യാശയുണ്ട്, എൻ്റെ കുടുംബത്തെക്കുറിച്ച് എൻ്റെ ദൈവത്തിനൊരു പ്രത്യാശയുണ്ടെന്ന് ഇന്ന് രാത്രിയിൽ എത്ര പേർ ഉറയ്ക്കും? അവർക്കായി കർത്താവിനെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ. മറ്റൊരു കാര്യം ഓർക്കണം, ദൈവിക വിടുതൽ നടക്കുന്നത്. ഞാൻ ദൈവസേനയിൽ പ്രാർത്ഥിച്ചപ്പോൾ വചനം ധ്യാനിക്കുമ്പോൾ ഒത്തിരി നാളുകളായി ചോദിച്ചൊരു ചോദ്യമുണ്ട്. കർത്താവേ, ഇസ്രായേൽ ജനത്തെ ബാബേൽ പ്രവാസത്തിലേക്ക് കൊണ്ടുപോയി കൂട്ടത്തിൽ ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന, ദൈവത്തിൻ്റെ വചനപ്രകാരം നിൽക്കുന്ന ദൈവജനങ്ങൾ അതിൻ്റെ അകത്തുണ്ടായിരുന്നല്ലോ. അവരും പ്രവാസത്തിലേക്ക് പോകേണ്ട സാഹചര്യം വന്നല്ലോ. ദാനിയേൽ, ശദ്രക്, മേശക്, അബേദ്നെഗോ, അതുപോലെ നെഹമ്യാ, എസ്രാ തുടങ്ങിയ ദൈവത്തിൻ്റെ അഭിഷക്തന്മാരൊക്കെ അവിടേക്ക് കടന്നു പോകേണ്ടി വന്നല്ലോ. സെരുബ്ബാബേൽ അങ്ങോട്ട് കടന്നു പോകേണ്ടി വന്നല്ലോ. ദൈവത്തെ സേവിക്കുന്നവരും സേവിക്കാത്തവരും തമ്മിലുള്ള വ്യത്യാസം കർത്താവെ നീ എന്താ ഒന്ന് വെളിപ്പെടുത്താഞ്ഞത്? ഇവർക്കൊരു വ്യത്യാസം കൊടുക്കണ്ടായിരുന്നു. ദീർഘനാളത്തെ ചോദ്യമായിരുന്നു. ഒരിക്കൽ വചനം ശുശ്രൂഷയോട് നിൽക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് ഇങ്ങനെ പറയുവാനിടയായി തീർന്നു. ഈ ജനം പ്രവാസത്തിലേക്ക് പോകുന്നെങ്കിലും എന്നും പ്രവാസത്തിൽ നിൽക്കാൻ ഞാൻ അനുവദിക്കുകയില്ല. ഇന്ന് രാത്രി നീ കഷ്ടത്തിൽ പോകുന്നെങ്കിലും എന്നും നിന്നെ കഷ്ടതയിലിടാൻ ഉയരത്തിൽ ദൈവം പദ്ധതി ഇടുന്നില്ല. നീ പോരിന്റെ അനുഭവത്തിൽ പോകുന്നെങ്കിലും എന്നും നിന്നെ പോരിനകത്തിടാൻ ഉയരത്തിൽ ദൈവം താല്പര്യപ്പെടുന്നില്ല. പക്ഷെ നിനക്ക് ഒരു മടങ്ങി വരവ് ഉയരത്തിൽ ദൈവം ഒരുക്കും. Praise the Lord. Praise the Lord. ഒരു മടങ്ങി വരവ് നമുക്കുണ്ട്. വിശ്വസിക്കാൻ കഴിയുമോ? ഒരു മടങ്ങി വരവ് നമുക്കുണ്ട്. ഇന്ന് രാത്രിയിൽ നീ ആയിരിക്കുന്ന അവസ്ഥ എന്തുമാകട്ടെ, അവിടെ കിടന്ന് നശിക്കാനല്ല ദൈവം നിന്നെ വിളിച്ചിരിക്കുന്നത്. അവിടെ നിന്ന് നീ കല്ലറകളെ ഭേദിച്ച് യേശു പുറത്തു വന്ന പോലെ നിനക്കൊരു പുറപ്പാടുണ്ട്. നീ പുറത്തു വരുന്ന സാഹചര്യം വ്യക്തമായി ഇന്ന് രാത്രിയിൽ മനസ്സിലാക്കുക. ദൈവം എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. മടങ്ങി വരവുണ്ടെങ്കിലും മടങ്ങി വരവ് വരുന്നത് ജാതിയരിൽ കൂടെയല്ല, അനാത്മീയരിൽ കൂടെയല്ല, ദൈവത്തെ ഭയമില്ലാത്തവരിൽ കൂടെയല്ല. ഒരു മടങ്ങി വരവ് ആവശ്യമാണെങ്കിൽ, ഞാനൊരു മടങ്ങി വരവ് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് നടുവിൽ പ്രാർത്ഥിക്കുന്നവർ വേണം, അതിന് നടുവിൽ ഉപവസിക്കുന്നവർ വേണം, ഉപവസിക്കുന്ന നെഹമ്യാവുമാർ വേണം, ദർശനം കാണുന്ന ദാനിയേലുമാർ വേണം. പദ്ധതി ദൈവത്തിന് വേണ്ടി ഒരുക്കാൻ പ്രവചനത്തെ പിടിച്ചു വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ദൈവഭക്തരുണ്ടോ? അവർക്കൊരു മടങ്ങി വരവ് നിശ്ചയമാണ്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. രാത്രിയിൽ പ്രശ്നങ്ങളുടെ നടുവിലും നീ മുഴങ്കാൽ മടക്കേണ്ടി വരുന്നത് എന്താണെന്നറിയാമോ? ദൈവത്തോട് പലപ്പോഴും ചോദിക്കാറില്ലേ, ദൈവത്തെ സേവിക്കുന്നവരും സേവിക്കാത്തവരും നമ്മളുള്ള വ്യത്യാസമൊന്ന് വെളിപ്പെടുത്തണമേ എന്ന് കർത്താവിനോട് ചോദിക്കാറില്ലേ? പക്ഷെ പലപ്പോഴും ദൈവം വ്യത്യാസം വെളിപ്പെടുത്താത്ത എന്താണെന്നറിയാമോ? നമ്മൾ പ്രതീക്ഷിക്കുന്ന സമയത്തല്ല കർത്താവിൻ്റെ ഒരു പ്രവൃത്തി വെളിപ്പെടുന്നത്. ഇന്ന് രാത്രിയിൽ എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? പക്ഷെ മടങ്ങി വരണമോ? ദൈവപ്രവൃത്തി വെളിപ്പെടണമോ? വിടുതൽ വേണമോ? വാഗ്ദത്തത്തിൽ അവകാശം പ്രാപിക്കണമോ? നിന്റെ പ്രാർത്ഥന ആവശ്യമാ, നിന്റെ ഉപവാസം ആവശ്യമാ, നിന്നോടുള്ള ദൈവഭക്തി, നീ ദൈവത്തോടുള്ള ഭക്തി, അത് ദൈവത്തിന് ആവശ്യമാ. നിന്നിൽ കൂടെ ഒരു മടങ്ങി വരവ്. വിശ്വസിക്കുമോ? എന്തിനാ ദൈവം പ്രാർത്ഥനയ്ക്ക് പ്രേരണ നൽകിയത്, ഉപവസിക്കാൻ പ്രേരണ നൽകിയത്? എന്തിനാണെന്നറിയാമോ? നിന്നിൽ കൂടെ ഒരു മടങ്ങി വരവ് വരുത്താൻ ആഗ്രഹിക്കുന്നു. സഹോദരിമാരെ, സഹോദരന്മാരെ, പ്രാർത്ഥിക്കുന്നതും ഉപവസിക്കുന്നതും വൃഥാവല്ല. അതിനൊരു മടങ്ങി വരവിൻ്റെ ദിവസമുണ്ട്.
ഒരു മടങ്ങി വരവിൻ്റെ ദിവസമുണ്ട്. ഇന്ന് രാത്രിയിൽ അടുത്തിരിക്കുന്നവർ കൈ കൊടുത്ത് പറയാമോ, നമുക്കൊരു ശുഭകരമായ മടങ്ങി വരവുണ്ട്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് പ്രാർത്ഥന നമ്മൾ ചോദിക്കുമ്പോൾ പലപ്പോഴും ദൈവം മറുപടി തരുകയില്ലെങ്കിലും ദൈവത്തിൻ്റെ മടങ്ങി വരവ് അത് ദൈവ പൈതലിൽ കൂടെ മാത്രമേ വെളിപ്പെടുകയുള്ളൂ. ഇന്ന് രാത്രിയിൽ ഈ ദേശത്തിന് ഒരു വിടുതൽ ദൈവം അയക്കുന്നെങ്കിൽ അത് ജഡികരിൽ കൂടെ നടക്കത്തില്ല, പേരുള്ളവരിൽ കൂടെ നടക്കുകയില്ല. ദൈവത്തിന് മുമ്പാകെ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഏതൊരു ദൈവ പൈതലുണ്ടോ അവരിൽ കൂടെ ദൈവത്തിൻ്റെ വിടുതൽ വെളിപ്പെടുവാനിടയായിത്തീരും. ഇന്ന് രാത്രിയിൽ എത്ര പേർ ഏറ്റെടുക്കുന്നു? അവർ ശബ്ദമുയർത്തി ദൈവത്തെ സ്തുതിക്കട്ടെ. നിന്റെ കുടുംബത്തിൻ്റെ ഉദ്ധാരണം ദൈവ പൈതലെ നിന്റെ പ്രാർത്ഥനയിൽ കൂടെയാ. നിന്റെ കുടുംബത്തിൻ്റെ ഉദ്ധാരണം നിന്റെ പ്രാർത്ഥനയിൽ കൂടെയാ. നിന്റെ കുടുംബത്തിൻ്റെ ഉദ്ധാരണം നിന്റെ ഉപവാസത്തിൽ കൂടെയാ. ശത്രു രേഖ എഴുതി വെക്കുമ്പോഴും അതിൻ്റെ ഉദ്ധാരണം നടക്കുന്നത്, വിടുതൽ നടക്കുന്നത് നിന്റെ പ്രാർത്ഥനയിൽ കൂടെയാ. നിന്റെ പ്രാർത്ഥന കുറഞ്ഞാൽ, നിന്റെ ഉപവാസം കുറഞ്ഞാൽ അവിടെ പരാജയം സംഭവിക്കും. ജീസസ്, ജീസസ്, ചിക്കറഭാഷാന യേശുവിൻ്റെ രക്തത്താൽ, യേശുവിൻ്റെ രക്തത്താൽ, യേശുവിൻ്റെ രക്തത്താലും വചനത്താലും ഇന്ന് രാത്രി ജയമെടുക്കുകയാണ്. ഉപവാസം മുടക്കരുത്, പ്രാർത്ഥന നിർത്തരുത്, ദൈവത്തോടുള്ള ഭയം നിർത്തരുത്, ഭക്തി നിർത്തരുത്. അത് മാത്രമാണ് ഒരു മടങ്ങി വരവിന് വേണ്ടി, മടങ്ങി വരവിന് വേണ്ടി ഉയരത്തിലെ ദൈവം ഉപയോഗിക്കുന്നത്. ജീസസ്, യേശുവിൻ്റെ രക്തത്താല്, യേശുവിൻ്റെ വചനത്താല് ഇന്ന് രാത്രിയിൽ ജയമേറ്റെടുക്കുകയാ. മടങ്ങി വരവുണ്ട്. ഉറക്കാൻ കഴിയുമോ? ദൈവത്തിൻ്റെ പ്രവൃത്തി അക്ഷരികമായി നമ്മുടെ മേൽ വെളിപ്പെടും. പ്രിയമുള്ളവരെ, എനിക്ക് പ്രസംഗിക്കാൻ അറിയാൻ മേലാത്തവരായിരുന്നു, പ്രാർത്ഥിക്കാൻ അറിയാൻ മേലാത്തവനായിരുന്നു. ദൈവത്തിൻ്റെ ശബ്ദത്തിന് കീഴ്പ്പെടുവാൻ തയ്യാറായി കർത്താവിൻ്റെ പ്രവൃത്തി വെളിപ്പെടുവാനിടയായി തീർന്നു. സ്തോത്രം. എൻ്റെ അനുഭവങ്ങൾ ഒത്തിരി ഉണ്ടെങ്കിൽ ഒന്നും അനുഭവത്തിലേക്ക് കടക്കുന്നില്ല, പ്രാർത്ഥനയിലേക്ക് പോവുകയാണ്. വചനം കേട്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി നമ്മൾ നീങ്ങുകയാണ്. ഒക്കെ ദൈവത്തിന് വിടുവിക്കണമെങ്കിൽ ഒരഭിഷേകം വേണം, നിലവിളിക്കുന്നൊരു ദൈവ പൈതൽ വേണം, വാഗ്ദത്തത്തെ മുറുകെ പിടിച്ച് പ്രാർത്ഥിക്കുന്ന നെഹമ്യാവന്മാർ വേണം. അവരെ കൊണ്ട് ഞാൻ ഒറ്റ വാക്കിൽ പറയാം, സെരുബാബേൽ ബാബേൽ സാമ്രാജ്യത്തിൻ്റെ സൈന്യാധിപം വന്ന് യെരൂശലേം മതിൽ തകർക്കുകയും വാതിൽ തീ വെച്ച് ചുട്ടുകരിക്കുകയും ചെയ്തെങ്കിലും ഇന്ന് രാത്രി ഓർക്കണം, പ്രാർത്ഥിക്കുന്ന എളിയവനായ നെഹമ്യാവിൽ കൂടെ അത് റീബിൽഡ് ചെയ്യാൻ ഉയരത്തിൽ ദൈവം കൃപ പകർന്നിരിക്കും. എത്ര ശക്തമായ ശക്തിയിൽ വന്ന് തകർത്തെന്ന് പറഞ്ഞാലും ബലഹീനനായ ഉപവസിക്കുന്ന പ്രാർത്ഥിക്കുന്ന നിന്നിൽ കൂടെ പുനഃസൃഷ്ടിപ്പ് നടത്താൻ ഉയരത്തിലെ ദൈവത്തിന് കഴിയുമെന്ന് ഇന്ന് രാത്രി എത്ര പേർ വിശ്വസിക്കുന്നു? അവർ ദൈവത്തെ സ്തുതിക്കട്ടെ. സ്തോത്രം, സ്തോത്രം. യേശുവിന്റെ രക്തത്താൽ ജയം. ദാവീദ് ശൗലിന്റെ അടുക്കൽ വന്ന് നിന്നു. ശൗലിന്റെ അടുക്കൽ വന്നേക്ക് ശൗല് ചോദിക്കുന്ന ചോദ്യമുണ്ട്, എനിക്ക് യുദ്ധം ചെയ്ത് പരിചയം വല്ലതും ഉണ്ടോ? ദാവീദിനെ എങ്ങനെ രാജാവാക്കി എന്നാ പറയാൻ പോകുന്നത്? നമ്മൾ പലപ്പോഴും പറയാറുണ്ട്. എൻ്റെ ദൈവം സംസാരിച്ചതായതുകൊണ്ടാണ് ഞാനത് ഉറപ്പായിട്ട് പറയുന്നത്. എൻ്റെ പ്രസംഗത്തിൻ്റെ 95% എവിടെയെങ്കിലും സെമിനാറിലോ ക്ലാസ്സുകളിലോ സംസാരിക്കുമ്പോഴല്ലാതെ 95% ദൈവം എനിക്ക് തരുന്ന ഡയറക്റ്റ് തരുന്ന ദൈവിക ദൂതുകളാണ്. ഒറ്റ പ്രസംഗം എൻ്റെ സഭയിലും പ്രസംഗിക്കാറില്ല, അല്ലാതെ ക്ലാസ് ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് ഇരുന്ന് പ്രിപ്പയർ ചെയ്യും. പലതരത്തിലുള്ള ആളുകളാണല്ലോ അതിനകത്ത് വരുന്നത്. ഓർക്കണം, ദൈവത്തെ ഇരുന്ന് ആരാധിച്ച് സ്തുതിച്ച് ദൈവത്തിന് പ്രസാദമുള്ള ഒരു ദാവീദായതുകൊണ്ടല്ല അവനെ രാജാവാക്കിയത്. അവൻ തന്നെ അവൻ്റെ വായിൽ കൂടെ അത് സംസാരിക്കുന്നുണ്ട്. ശൗല് ചോദിക്കുകയാണ്, നിനക്ക് യുദ്ധം ചെയ്ത് പരിചയമുണ്ടോ? നിനക്കെന്നാ ഇത് ഈ യുദ്ധം ചെയ്യാനുള്ള എക്സ്പീരിയൻസ് എന്നാ? നിനക്ക് ഏതെങ്കിലും രാജ്യത്ത് യുദ്ധത്തിൽ പോയിട്ടുണ്ടോ? ഇതൊന്നും അവിടെ ഇല്ലെങ്കിലും ഞാൻ സംസാര ഭാഷ പറയുക. ദാവീദിൻ്റെ അടുക്ക് വെല്ലുവിളിക്കുന്ന ഗോലിയാത്തിനെ കണ്ടിട്ടാ ശൗല് ചോദിക്കുന്നത്. ദാവീദ് പറയുകയാണ്, ഞാൻ എൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ അപ്പൻ്റെ ആടുകളെ മേയ്ക്കുകയായിരുന്നു. അപ്പൻ്റെ ആടുകളെ ഞാൻ മേയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരിക്കൽ ഒരു സിംഹം കടന്നു വന്നു. സിംഹം കടന്നു വന്നിട്ട് ആ ആടുകളുടെ കൂട്ടത്തിൽ നിന്ന് ഒരു കുഞ്ഞാടിനെ പിടിച്ചു കൊണ്ടുപോയി. ശ്രദ്ധിച്ചോണം കേട്ടോ,
ഹല്ലേലൂയ. കുഞ്ഞാടിനെ പിടിച്ചുകൊണ്ടുപോയി. ഞാൻ പിന്തുടർന്നു, അതിൻ്റെ വായിൽ നിന്ന് അതിനെ രക്ഷിച്ചു. അത് എനിക്കെതിരെ വന്നു, ഞാൻ അതിനെ കൊന്നുകളഞ്ഞു. അതുപോലെ കരടിയും ഒരിക്കൽ കൂട്ടത്തിൽ നിന്ന് ഒരു കുഞ്ഞാടിനെ പിടിച്ചുകൊണ്ടുപോയി. അതിൻ്റെ വായിൽ നിന്ന് ഞാനതിനെ രക്ഷിച്ചു. അത് എനിക്കെതിരെ വന്നു, ഞാൻ അതിനെ കൊന്നുകളഞ്ഞു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. നമ്മൾ നോക്കാൻ വലിയ ഈസിയായ കാര്യമാണ്. പക്ഷേ ആരാധനയും പ്രാർത്ഥനയും ദൂത് കേൾവിയും ദൂത് പറച്ചിലും ഒക്കെ കൃത്യമാണ്, അതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഉയരത്തിലെ ദൈവം നോക്കിയപ്പോൾ ഇവൻ ആരാധിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക മാത്രമല്ല, ഇവനെ ഏൽപ്പിച്ച കാര്യത്തിൽ ചെറുതിൽ പോലും അവൻ കാരണം പറയാതെ അവൻ വിശ്വസ്തനായിരുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സ്തോത്രം, സ്തോത്രം. ഒരു സഭയിൽ ഞാൻ ശുശ്രൂഷിക്കാൻ കടന്നു. മറ്റൊരു രാജ്യത്ത് ജനം തകർത്ത് ആരാധിച്ചുകൊണ്ട് ഇവർ നൃത്തം ചെയ്ത് ആരാധിക്കുക. ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ അടുക്കൽ പറഞ്ഞു, ആമീൻ, ഇത് നൃത്തം ശരിയല്ല. ഞാൻ അങ്ങനെ അങ്ങ് പറയാൻ കേട്ടോ, നിങ്ങൾക്ക് മനസ്സിലാകുന്ന കാര്യം. നൃത്തം ശരിയല്ല എന്ന് പറഞ്ഞു. ആമീൻ, ഇവരുടെ കൂടെ നിന്ന് പിശാചും തുള്ളുകയാണ്. അപ്പം നൃത്തങ്ങളെല്ലാം നൃത്തമല്ല കേട്ടോ, പിശാചും തുള്ളുകയാണ്. ദൈവസനെ കാരണം അന്വേഷിച്ചപ്പോഴാണ് കർത്താവ് പറയുന്നത്, ഇതിൻ്റെ കാർപ്പറ്റ് ശുദ്ധീകരിക്കപ്പെടണം. വ്യവസ്ഥ പ്രകാരമല്ല ചർച്ചിനകത്തിൽ കിടക്കുന്ന കാർപ്പറ്റ് കമ്പനിയുടെ ഉടമസ്ഥൻ അറിയാതെ വിശ്വാസി സഭയെ സഹായിക്കാൻ വേണ്ടി ചർച്ചിനകത്ത് കൊണ്ടുവന്നിട്ടിരിക്കുക. ഇവൻ നിന്ന് തുള്ളുമ്പോൾ ഇവന്റെ കൂടെ നിന്ന് തുള്ളുന്ന പിശാചാണ്. അവിടെ വിടുതൽ നടക്കുകയില്ല, ഇല്ല, ഇല്ല. സ്തോത്രം, 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 സ്തോത്രം. ദൈവനാമത്തിന് വേണ്ടി കൊടുക്കുന്നത് ശുദ്ധീകരിക്കപ്പെട്ടത് വേണം കൊടുക്കാൻ, വിശ്വസ്തമായത് വേണം കൊടുക്കാൻ. ദാവീദിന് അപ്പൻ്റെ ഇടയ്ക്ക് പോയി കാരണം പറയാം. സിംഹം പിടിച്ചുകൊണ്ടുപോയി. അപ്പം പറയും, മോനെ വിഷമിക്കണ്ട, നിനക്കൊന്നും പറ്റിയില്ലല്ലോ. കരടി പിടിച്ചുകൊണ്ടുപോയി എന്ന് പറയാം. നിനച്ചത് ചെറുതാണെങ്കിലും അവൻ വിശ്വസ്തയോടെ സൂക്ഷിച്ചപ്പോൾ തമ്പുരാൻ തീരുമാനിച്ചു, എൻ്റെ അബ്രഹാമിൻ്റെ, എൻ്റെ ഇസഹാക്കിൻ്റെ, എൻ്റെ യാക്കോബിൻ്റെ തലമുറകളെ ഇവന്റെ കയ്യിൽ ഏൽപ്പിച്ചാൽ ചെറുതും വലുതും ഇവൻ സൂക്ഷിക്കുമെന്ന് ആമീൻ ദൈവത്തിന് അറിയാമായിരുന്നു. അന്ന് ദൈവം മനസ്സുകൊണ്ട് അവനെ അഭിഷേകം ചെയ്തു. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. രാത്രിയിൽ ഇത് പറയുമ്പോൾ നമുക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാവും. എല്ലാവരും കൃപ പ്രാപിക്കാൻ വേണ്ടി ഇരിക്കുക അല്ലേ? തീർച്ചയായിട്ടും വളർന്നു വരാനിരിക്കുക. പക്ഷേ ഇന്ന് രാത്രിയിൽ ഓർപ്പിക്കട്ടെ, ചർച്ചയിൽ വരുന്നു, ആരാധിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, വചനം കേൾക്കുന്നു, ദൈവത്തിന് കൊടുക്കുന്നു. പക്ഷെ നിന്നെ ഏൽപ്പിച്ച ഭൗമിക മണ്ഡലത്തിൽ നീ വിശ്വസ്തതയുള്ളവനാണോ, വിശ്വസ്തതയുള്ളവളാണോ? സ്തോത്രം, സ്തോത്രം. നമ്മൾ നോക്കുമ്പോൾ ചെറിയ കാര്യങ്ങളാ, വലിയ കാര്യവും ചെറിയ കാര്യവും ദൈവത്തിൻ്റെ മുമ്പിൽ ഒന്നുപോലെയാ. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ട്. ഹല്ലേലൂയ, സ്തോത്രം. ദൈവത്തിൻ്റെ കൃപയ്ക്കായി സ്തോത്രം. ഇവിടെ പറഞ്ഞ വാക്യം ഇതാണ്, സിംഹത്തിൻ്റെ മേലും അണലിമേലും നീ ചവിട്ടും, ബാലസിംഹത്തെയും പെരുമ്പാമ്പിനെയും നീ മെതിച്ചു കളയും. ദൈവനെ കാണിച്ച വ്യക്തമായ പിക്ചർ കണ്ട് ആമേൻ കാണിച്ച ആ വെളിപ്പാട് നിങ്ങളുടെ അടുക്കൽ പറയാം. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഓർപ്പിച്ചല്ലോ, എൻ്റെ ശുശ്രൂഷ ഞാൻ ബന്ധനം അടിക്കുക എന്നുള്ളതല്ല, നിങ്ങളെ കൊണ്ട് തന്നെ നിങ്ങളുടെ ബന്ധനം അടിപ്പിക്കുക എന്നുള്ളതാണ്. ഹല്ലേലൂയ. എപ്പോഴും നമ്മൾ ഈ പലരും പറയുന്ന പോലെ അമൂൽ ബേബി പോലെ ആയി പോകരുത്. നമ്മൾ മായമില്ലാത്ത പാലൊക്കെ കുടിക്കുന്ന നല്ലതാണെങ്കിലും കട്ടിയാഹാരങ്ങൾ കഴിച്ചു തുടങ്ങണം. പ്രൈസ് ദി ലോർഡ്. അത് ദൈവത്തിന് വലിയ ആഗ്രഹമാണ്. ഹല്ലേലൂയ. ഒരു ദൈവം എന്നെ കാണിച്ച വെളിപ്പാട് ഇങ്ങനെയായിരുന്നു, അന്ന് പഠിപ്പിച്ച വെളിപ്പാട് ഇങ്ങനെയാണ്. ഒരുവൻ്റെ വഴിയിൽ അവൻ മുമ്പോട്ട് പോകുമ്പോൾ, അല്ലെങ്കിൽ എനിക്ക് ഇവിടുന്ന് ആമേൻ തമ്പാനൂര് എനിക്ക് ഒരു വഴിയാണ്, എനിക്കൊരു വിടുതൽ അവിടെ വെളിപ്പെടാനുണ്ട്. ആ വിടുതൽ എൻ്റെ മുമ്പിൽ വെളിപ്പെടേണ്ട സമയത്ത് രണ്ട് തരത്തിലുള്ള പ്രശ്നങ്ങളെ എനിക്ക് അഭിമുഖീകരിക്കേണ്ടി വരുന്നു. ഒന്ന് സിംഹത്തിൻ്റെ ശക്തിയും മറ്റൊന്ന് അണലിയുടെ ശക്തിയും. സിംഹത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത് നമ്മൾ വഴിയിൽ നടന്നു ചെല്ലുമ്പോൾ പ്രത്യക്ഷത്തിൽ വെളുപ്പാട്
വെളിപ്പെട്ട് നിൽക്കുന്ന ശക്തിയാണ് സിംഹത്തിൻ്റെ ശക്തി. എൻ്റെ ഡീപ്പായ അർത്ഥത്തിലേക്ക് പോകുന്നില്ല, സമയമില്ലാത്തത് കൊണ്ട്. രണ്ടാമത്, അണലിയുടെ ശക്തി എന്ന് പറഞ്ഞാൽ നമ്മുടെ കണ്ണിൻ്റെ മുമ്പിൽ പലപ്പോഴും മറഞ്ഞു കിടക്കുന്നത്, പ്രത്യക്ഷത്തിൽ കാണാൻ കഴിയാത്തതിന് അണലിയുടെ ശക്തി എന്ന് നമുക്ക് പറയാൻ കഴിയും. പക്ഷെ ഇന്ന് രാത്രികാലം ഓർക്കുക, പ്രത്യക്ഷത്തിൽ നമ്മുടെ മുമ്പിൽ നിൽക്കുന്നതും രഹസ്യത്തിൽ നമ്മുടെ മുമ്പിൽ നിൽക്കുന്നതുമായ ശക്തിയെ ഇന്ന് രാത്രി ദൈവം പറയുന്നത്, നിന്റെ വഴിക്ക് മുമ്പിൽ, നിന്റെ ശുശ്രൂഷയ്ക്ക് മുമ്പിൽ, നിന്റെ ഭാവിക്ക് മുമ്പിൽ പ്രത്യക്ഷത്തിൽ കിടക്കുന്നതും നിന്റെ നഗ്നനേത്രം കൊണ്ട് കാണാതെ രഹസ്യത്തിൽ കിടക്കുന്നതുമായ ശക്തിയുടെ മേൽ ഇന്ന് രാത്രി നീ ചവിട്ടും, അതിനെ മെയ് മെതിക്കും, ദൈവം നിന്നെ വിടുവിക്കും. സ്തോത്രം, സ്തോത്രം. ഇപ്പം നമ്മുടെ പാതയിൽ, നമ്മുടെ വഴിയിൽ, നമ്മുടെ ഭാവിയിൽ നമുക്കെതിരെ മറഞ്ഞു കിടക്കുന്ന, നമ്മൾ കാണാതെ നമുക്കെതിരെ മറഞ്ഞു കിടക്കുന്ന സിംഹത്തിൻ്റെ ശക്തി, സിംഹത്തിൻ്റെ ശക്തി പ്രത്യക്ഷത്തിൽ നമ്മളെ തകർക്കും. പക്ഷെ അണലിയുടെ ശക്തി വ്യക്തിപരമായി നീ അറിയാതെ നിന്റെ ശരീരത്തിലേക്ക് വിഷം കയറ്റിവിട്ട് ക്രമേണ നിന്നെ നശിപ്പിക്കുമ്പോൾ ഇന്ന് രാത്രി ദൈവം പറയുക, ഇല്ല, അതിനി നിന്നെ നശിപ്പിക്കുകയില്ല. ഇന്ന് രാത്രിയിൽ നീ അതിന്റെ ശക്തിയെ ചവിട്ടുവാൻ പോകുക. വചനം പറയുന്നത്, സമാധാനത്തിന്റെ ദൈവമോ വേഗത്തിൽ സാത്താനെ നിന്നെ കാൽ കീഴാക്കും. സ്തോത്രം. ഈ കാര്യം ഓർത്ത് കേൾക്കുക. വചനം ഞാൻ നിർത്തുകയാണ്. ഹല്ലേലൂയ. പ്രത്യക്ഷത്തിലും രഹസ്യത്തിലുമുള്ള ശക്തി, മറഞ്ഞു കിടക്കുന്നതും കൺമുമ്പിൽ വെളിപ്പെട്ടിരിക്കുന്നതുമായ ശക്തി, ഇത് സിംഹത്തിൻ്റെയും അണലിയുടെയും ശക്തിയാണ്. ഓർക്കണം, നിങ്ങൾ തെറ്റിദ്ധരിച്ച് പോകല്ലേ. ഞാൻ തിമ്മനാന്ന് ചിന്തിക്കരുത്. 20 ചപ്പാത്തി ഞാൻ കഴിക്കുന്ന മനുഷ്യനായിരുന്നു. ഒറ്റയിരിപ്പിൽ 20 ചപ്പാത്തി കഴിക്കുമായിരുന്നു. 6 കോഴിമുട്ട 20 ചപ്പാത്തി ഒന്നിച്ച് കഴിക്കുമായിരുന്നു. എനിക്കറിയത്തില്ല എന്തിനാണ് ഇത് കഴിച്ചതെന്ന്. പക്ഷേ സുവിശേഷ വിരോധികൾക്ക് എന്നെ ഇട്ട് പെരുമാറണമെങ്കിൽ ഞാൻ ഭക്ഷണം കഴിച്ചേ പറ്റുള്ളായിരുന്നു കർത്താവിന് അറിയാമായിരുന്നു. ഹല്ലേലൂയ. 2-3 പ്രാവശ്യം ഇവർ നല്ലപോലെ പെരുമാറി തന്നെ. എൻ്റെ കണ്ണിന് കാഴ്ച കുറവായിരുന്നു. ഞാൻ കണ്ണട വെച്ചുകൊണ്ട് നടന്ന മനുഷ്യനാ. തമ്പുരാൻ അറിയാം ഇവൻ ആശുപത്രി പോകത്തില്ലെന്ന്. തമ്പുരാൻ ചെയ്ത കാര്യം, ഒരു സുവിശേഷ വിരോധിയെ വിട്ടിട്ട് ഒറ്റയടി അവൻ എൻ്റെ കണ്ണിന്. ഹല്ലേലൂയ. കണ്ണ് കലങ്ങി, 2 കണ്ണും കലങ്ങി. ഒരു ഡോക്ടർ ഇങ്ങനെ പറഞ്ഞു, ഏതെങ്കിലും പ്രഗത്ഭരായ ഡോക്ടർമാരെ കാണിച്ചില്ലെങ്കിൽ കണ്ണ് പോകും പാസ്റ്റർ എന്ന് പറഞ്ഞു. ഞാൻ ദൈവസേനയിൽ ചെന്നു. വേറെ ഒത്തിരി വിഷയങ്ങളുണ്ട്. ദൈവസേനയിൽ ചെന്നിരുന്ന് പ്രാർത്ഥിച്ചു. ഞാനൊരു ഡോക്ടർക്ക് വേണ്ടിയാ അടിക്കുണ്ടെങ്കിൽ ഞാൻ ഡോക്ടർക്ക് പോകാമായിരുന്നു. പക്ഷെ നിന്റെ നാമത്തിന് വേണ്ടി ആകയാൽ എന്നെ സൗഖ്യമാക്കിയേ പറ്റുള്ളൂ. അന്ന് ആ റൂമിൽ ഞാൻ ഒരു ബൈബിൾ കോളേജ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എൻ്റെ റൂമിൽ ഞാൻ മുഴങ്കാൽ മടക്കി കട്ടിലേക്ക് തലവെച്ചുകൊണ്ടാണ് ഞാൻ ദൈവത്തോട് പറഞ്ഞത്, നിങ്ങൾക്കറിയാമോ, ഒരു മനുഷ്യൻ വന്ന് കണ്ണിൽ തൊടുന്നത് പോലെ കണ്ണിൽ തൊട്ട് എന്നെ തമ്പുരാൻ സൗഖ്യമാക്കി. നിങ്ങളെക്കാളെല്ലാം കൂടുതൽ കാഴ്ച എനിക്ക് തമ്പുരാൻ തന്നിട്ടുണ്ട്. ചിലത് പിന്നിൽ വ്യാപരിക്കുന്ന എന്തിനു ചോദിച്ചാൽ, കണ്ണാടി വെച്ചോണ്ട് നടക്കുന്നതിൻ്റെ കണ്ണിന് കാഴ്ച തരണമെങ്കിൽ വല്ലവരെയും കൊണ്ട് തമ്പുരാൻ അടിപ്പിക്കും. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ശബ്ദപ്പെടുത്തി ദൈവത്തെ സ്തുതിക്കാമോ? അതൊക്കെ നമ്മുടെ വഴിയിൽ പ്രത്യക്ഷത്തിൽ കിടക്കുന്ന തടസ്സത്തെ ആരാ ഇല്ലാതാക്കുന്നത്? വരട്ടെ പ്രവാചകൻ, ചവിട്ടി മെതിക്കട്ടെ, ഞാൻ കയ്യും കെട്ടി നിന്നോളാം. ചുമ്മാതാ ഒന്നും നടക്കില്ല ദൈവവൈതലേ. ഞാനൊരു കാര്യം പറയാം, ഇന്ന് പകൽക്കാലം ഓർപ്പിച്ച പോലെ ലോകത്തിലുള്ള സർവ്വപ്രവാചകന്മാരുടെ നിങ്ങളുടെ തലയിൽ കൈവച്ചിട്ട് പറയുക, നിന്നെ വാലല്ല തലയാക്കാമെന്ന് പറഞ്ഞാലും തമ്പുരാൻ നിന്റെ തലയിൽ കൈവച്ചില്ലെങ്കിൽ ഒന്നും സംഭവിക്കില്ല. ആത്മാവ് പ്രവർത്തിക്കാൻ നീ ഒരുക്കപ്പെട്ടില്ലെങ്കിൽ, ആത്മാവ് പ്രവർത്തിക്കാൻ നിന്റെ കുടുംബം ഒരുക്കപ്പെട്ടില്ലെങ്കിൽ, ആത്മാവ് പ്രവർത്തിക്കാൻ നിന്റെ ജീവിതത്തെ പ്രിപ്പയർ ചെയ്തില്ലെങ്കിൽ തമ്പുരാനെ പ്രവർത്തിക്കാൻ പറ്റില്ല. സ്തോത്രം, സ്തോത്രം. ശബ്ദമുയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ട്.
ഹല്ലേലൂയ. ഈ ശക്തിയെ നീ ചവിട്ടുമെന്നാണ് പറയുന്നത്. ഉപവാസം തീരുന്ന വരെ വഴി കൂടെ നടക്കുമ്പോഴും ഈ വാക്ക് വിളിച്ചു പറഞ്ഞു, എനിക്കറിയത്തില്ല എൻ്റെ ദൈവം എന്തിനാ ഈ ദൂത് ഇവിടെ തന്നെന്ന് എനിക്കറിയത്തില്ല. ഇന്ന് രാത്രി പറയട്ടെ, നീ നടക്കുമ്പോൾ പറയണം, സിംഹത്തിൻ്റെ മേലും അണലിമേലും ഞാൻ ചവിട്ടു, ബാലസിംഹത്തെയും പെരുമ്പാമ്പയെയും ഞാൻ മെതിച്ചു കളയൂ, എൻ്റെ ദൈവം എന്നെ വിടുവിക്കുമെന്ന് ഈ വാക്യം നീ ഉരുവിട്ടുകൊണ്ട് നടക്കുക. നിനക്കെതിരെ പതിയിരിക്കുന്ന പ്രത്യക്ഷത്തിലും രഹസ്യത്തിലും പതിയിരിക്കുന്ന പൈശാചികനെ ഉയരത്തെ ദൈവം തകർക്കും. സ്തോത്രം, സ്തോത്രം. നമ്മളിൽ കൂടെ തന്നെയാണ് ദൈവപ്രവൃത്തി വെളിപ്പെടുന്നത്. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? രണ്ട് കാര്യം പറഞ്ഞു ഞാൻ നിർത്തും. നാളെ ഈ ദൈവത്തിൻ്റെ അഭിഷക്തന്മാർ ശക്തമായി ഉണ്ടല്ലോ, ഞങ്ങൾ ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കണം. ഞാനൊരു തീയിട്ടിട്ട് പോകുക, ഇത് കത്തും. എൻ്റെ കർത്താവ് എന്നെ കാണിച്ചതാണ്, ഒരു സ്ഫോടനമായി മാറും. യേശുവിൻ്റെ രക്തത്താൽ, യേശുവിൻ്റെ രക്തത്താലും വചനത്താലും ഇന്ന് പകൽ ജയമെടുക്കുകയാണ്. നമുക്കെല്ലാം പേടിയുള്ള ഒരു കാര്യമാണ്. നിങ്ങൾ നോക്കണം, ഏത് മന്ത്രവാദം എടുക്കും. എനിക്ക് മന്ത്രവാദങ്ങൾ ഒത്തിരി അറിയാം, ഞാൻ പഠിച്ചിട്ടില്ല കേട്ടോ, മന്ത്രവാദം ചെയ്യാനും പോയിട്ടില്ല. വെളിപ്പാടിൽ കൂടെ മന്ത്രവാദം ചെയ്യുന്ന കണ്ടിട്ടുണ്ട്, ക്രൂരമായ മന്ത്രവാദം ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. അതിലൊരെണ്ണം ഞാൻ പറയും. പക്ഷെ എത്ര വലിയ മന്ത്രവാദമായാലും അത് നമ്മൾ പറയുന്നൊരു കാര്യമാണ്. 4-ാം വേദം മുസ്ലിങ്ങളുടെ കെട്ടെന്ന് പറഞ്ഞാൽ അഴിക്കാൻ പറ്റില്ലെന്ന് പറയും. ഞാനും അങ്ങനെ വിശ്വസിച്ചിരുന്നു. ഭൂതത്തെ ഇറക്കുമ്പോഴും പൈശാചികൻ്റെ ബന്ധനങ്ങളുടെ ജനത്തെ വിടുവിക്കുമ്പോഴും എൻ്റെ അന്തരാത്മാവിലൊരു കാര്യം ഉണ്ടായിരുന്നു, ഇവൻ്റെ കെട്ടടിക്കാൻ ഇച്ചിരി കട്ടിയാണെന്നുള്ളത്. എനിക്ക് എൻ്റെ ഏറ്റവും അടുത്തൊരു കുടുംബം സംബന്ധിച്ചൊരു വിഷയം കടന്നു വന്നു. ഞാൻ പറഞ്ഞ് എൻ്റെ ഇടയ്ക്ക് ചോദിച്ച ചോദ്യം ഇതാണ്, ഈ മുസ്ലിമിൻ്റെ കെട്ടിനെ അന്ന് അഴിച്ചു കാണല്ലോ ഒരു ദൈവദാസൻ, പിന്നെയും ഇതെങ്ങനെ വന്നത്? പിന്നെയും ഇത് വരുന്നു, ഇതെന്താ മാറാത്തത്? എൻ്റെ ഉള്ളിലൊരു ചോദ്യമായി. സകലത്തെയും ഓർക്കണേ, ഞാൻ ഇന്ന് പകൽ ഓർപ്പിച്ച പോലെ ലോകത്തിൽ ആഭിചാര മന്ത്രവാദ കെട്ടുകളെ അഴിക്കാൻ അധികാരമുള്ളത് ഒരേ ഒരു വർഗമേ ഉള്ളൂ, യേശുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട നമ്മൾ മാത്രമേ ഉള്ളൂ. വേറെ ആർക്കും അതിന് കഴിയുകയില്ല, അത് നിശ്ചയമാണ്. ഹല്ലേലൂയ. ഞാൻ ഇന്ന് സഹോദരന്മാരുടെ പറഞ്ഞു, എൻ്റെ ചർച്ചിൽ ഈ 6 പ്രാവശ്യം ആമീൻ അവരെന്നെ ഓടിക്കാൻ, ദേശത്ത് നിന്ന് ഓടിക്കാൻ മന്ത്രവാദം ചെയ്ത് അവൻ കുഴിച്ചിട്ടു. 7-ാമത്തേതെൻ്റെ ചർച്ചിനകത്ത് കൊണ്ടുവന്ന് കുഴിച്ചിട്ടു. പക്ഷെ ഉയരത്തിലെ ദൈവം എന്നെ ഓടിച്ചില്ല, അവനെ ഓടിച്ചു. പ്രൈസ് ദി ലോർഡ്. ജീവനുള്ള ദൈവത്തിൻ്റെ ജനത്തെ ജയിക്കാൻ പറ്റുന്നൊരു ശക്തി എവിടെയാണ് ഉള്ളത്? ജീവനുള്ള ദൈവത്തെ ആരാധിക്കുന്ന ദൈവത്തിൻ്റെ ജനത്തെ ഓടിക്കാൻ പറ്റുന്ന ഏത് വ്യാപാരമാണ് ഇവിടെ ഉള്ളത്? ഇല്ല. ദൈവം ഇതിലെ ധൈര്യത്തോടെ നിൽക്കുക, പിശാചിനോട് എതിർത്ത് നിൽക്കുക, എങ്കിൽ അവൻ നിന്നെ വിട്ട് ഓടിപ്പോകുമെന്ന് ദൈവത്തിൻ്റെ വചനം ശക്തമായി വിളിച്ചു പറയുകയാണ്. ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞു, എടാ എല്ലാ മന്ത്രവാദം ഒരുപോലെയാ. ദൈവജനത്തിനെതിരെ ഏതെങ്കിലും വ്യക്തി മന്ത്രവാദം ചെയ്യാൻ പോയാൽ, ആമീൻ, എൻ്റെ ശുശ്രൂഷ ഇതാകട്ടോ, അതുകൊണ്ടാണ് ഇത് മാത്രം പറയുന്നത്. ദാവീദും ഗോലിയാത്തും ഒക്കെ പറഞ്ഞ് നമുക്ക് പോകാൻ പറ്റില്ല. ആമീൻ, ആമീൻ. ആ മന്ത്രവാദം ദൈവജനത്തിനെതിരെ ചെയ്യാൻ ചെന്നാൽ ഉടനെ അവർ പറയുന്നൊരു കാര്യമുണ്ട്, ഓ അവർ പെന്തക്കോസുകാരാണോ വിശ്വാസികളാണോ ഫലിക്കുമോ എന്നറിയത്തില്ല, എങ്കിലും ശ്രമിക്കാം എന്നേ പറയുള്ളൂ. ഒരൊറ്റയാൾ പോലും, ആമീൻ, അല്ലെങ്കിൽ നിങ്ങളത് പറയണം, ഒറ്റയാൾ പോലും, ഒരൊറ്റ മന്ത്രവാദി പോലും ചെയ്യാം റെഡിയാകുമെന്ന് പറയത്തില്ല. വേർതിരിക്കപ്പെട്ട ഇസ്രായേൽ ജനത്തിൻ്റെ മേൽ ആഭിചാരം ഫലിക്കുകയില്ല, ലക്ഷണവിദ്യ ഒക്കുകയില്ല എന്ന് വചനം വിളിച്ചു പറയുന്നെങ്കിൽ അത് യാഥാർത്ഥ്യമാ. എനിക്കും നിനക്കും അവകാശപ്പെട്ടതാ, എൻ്റെ നിന്റെ തലമുറയ്ക്ക് അത് അവകാശപ്പെട്ടതാണെന്ന് ഇന്ന് രാത്രി തിരിച്ചറിയുന്നവർക്കായി ദൈവത്തെ സ്തുതിക്കുകയാണ്. Praise the Lord. Praise the Lord. യേശുവിൻ്റെ രക്തത്താലും യേശുവിൻ്റെ വചനത്താലും ജയമെടുക്കുക. പക്ഷേ ഇവനൊരു പ്രത്യേകതയുണ്ട്, വിശ്വാസികൾക്കില്ലാത്ത പ്രത്യേകതയുണ്ട്. എന്താണെന്നറിയാമോ? ഇവൻ ഒരു കെട്ട് കെട്ടിവിട്ടാൽ, ഇപ്പോൾ ഇത് ഒരു കെട്ട് നിങ്ങളിവിടെ ആമീൻ ഈ സഹോദരന് ഒരു പാസ്റ്ററായിട്ട് കൃപാവരമുള്ളൊരു ദൈവദാസനായിട്ടിരിക്കുക, ഞാനിങ്ങനെ ആകെ വിഷമിച്ച് നിരാശനായി നടക്കുക, എനിക്കെതിരെ ഒരുത്തനൊരു മുസ്ലിം മന്ത്രവാദം ചെയ്തു ഞാൻ പ്രാർത്ഥിക്കാൻ ഇവിടെ വരുമ്പോൾ ദൈവദാസൻ എന്നെ പ്രാർത്ഥിച്ചു, ആ കെട്ടിനെ അഴിച്ചുവിട്ടു കഴിഞ്ഞു, ഞാൻ സ്വതന്ത്രമായി മുൻപോട്ട് പോയി. പക്ഷേ എൻ്റെ കെട്ട്, എനിക്കെതിരെ കെട്ടിയ കെട്ട് അതിൻ്റെ റിസൾട്ട് വരുന്നത് വരെ കെട്ടിയ മന്ത്രവാദി നോക്കിക്കൊണ്ടിരിക്കും.
നമ്മളൊരു പ്രാർത്ഥനയുടെ മറുപടി നോക്കത്തില്ലേ എന്ന് പറഞ്ഞ പോലെ നോക്കിക്കൊണ്ടിരിക്കും. ഈ ദൈവദാസൻ പ്രാർത്ഥിച്ച് എൻ്റെ ബന്ധനത്തെ അഴിക്കുമ്പോൾ അവനറിയാം കെട്ടു തീർന്നെന്ന്. അവന് അവിടെ അടങ്ങിയിരിക്കയില്ല, അവൻ അടുത്ത കെട്ട് കിട്ടും. ഞാൻ ദൈവത്തോട് ചോദിച്ചു, കർത്താവേ, ഇവിടെ പ്രാർത്ഥിക്കുന്നു അഴിയുന്നു അവൻ കെട്ടുന്നു, ഇവിടെ പ്രാർത്ഥിക്കുന്നു അഴിയുന്നു അവൻ കെട്ടുന്നു, ഇതിനെന്നാ പരിഹാരം? അടിക്കുന്ന നിർത്ത. നീ ആദ്യമേ ഇവന്റെ ബന്ധനം അടിക്കാതെ കെട്ടിയവനെ കെട്ടാൻ പറഞ്ഞു, ബന്ധനം അയച്ചവനെ ബന്ധിക്കാൻ പറഞ്ഞു. അവനെ ബന്ധിച്ചാൽ ഒരു ശക്തിക്കോ ഇനി ഇളകി വരാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞു. യെസ്, ഏറ്റെടുക്കുന്നവർ ദൈവത്തെ സ്തുതിക്കട്ടെ, ദൈവസന്നിധിയിൽ പേർക്കാണ് സ്തോത്രം ചെയ്യട്ടെ. സ്തോത്രം. രാത്രിയിൽ ആഹ്വാനം ചെയ്യുകയാണ് നിങ്ങളെ. ഓർക്കുക, ബലവാനെ നീ പിടിച്ചു കെട്ടണം. പ്രൈസ് ദി ലോർഡ്. പ്രത്യക്ഷത്തെ കാണുന്നതിനല്ല ചെയ്യേണ്ടത്, രഹസ്യത്തിൽ ചെയ്യുന്ന ഉറവിടത്തെ നീ തകർക്കണം. ആ ഉറവിടത്തെ തകർത്താൽ പ്രത്യക്ഷത്തിലുള്ള കളികൾ നിൽക്കും, പ്രത്യക്ഷത്തിലുള്ള പ്രവർത്തികൾ നിൽക്കും, പ്രത്യക്ഷത്തിൽ പിശാചിൻ്റെ പദ്ധതികൾ ഒതുങ്ങും. കാര്യമെന്താ? ഒരുക്കപ്പെട്ട് വരുന്നിടത്തെ പറഞ്ഞയക്കുന്നതിനെ ബന്ധിച്ച് കഴിഞ്ഞാൽ ചലിക്കാൻ പറ്റില്ല. ഒരിക്കൽ കൂടെ വചനമേറ്റു പറയാമോ? നീ ഭൂമിയിൽ കിട്ടുന്നത് ഞാൻ സ്വർഗത്തിൽ കെട്ടപ്പെട്ടു, നീ ഭൂമിയിൽ അടിക്കുന്നത് സ്വർഗത്തിൽ അടിക്കപ്പെട്ടിരിക്കും. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രിയിൽ ഒന്നിച്ച് പറയാമോ? ഞാൻ ഭൂമിയിൽ കിട്ടുന്നത് സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും. വാതുറന്ന് പറയാമോ? പേടിയുള്ളവരെ വെച്ച് പിശാചനെ അടിക്കുമെന്ന് പേടിയുള്ളവർ പറയരുത്. ബാക്കിയുള്ളവർ വാതുറന്ന് പറഞ്ഞാട്ട്, ഞാൻ ഭൂമിയിൽ കെട്ടുന്നത് സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും, ഞാൻ ഭൂമിയിൽ അടിക്കുന്നത് സ്വർഗത്തിൽ അടിയപ്പെട്ടിരിക്കും. സിംഹത്തിൻ്റെ മേലും അണലിമേലും ഞാൻ ചവിട്ടും, ബാലസിംഹത്തെയും പെരുമ്പാമ്പിനെയും മെതിച്ചു കളയും. ഒരു നിമിഷം എഴുന്നേറ്റാട്ട് പ്രാർത്ഥിക്കുവാൻ വേണ്ടി പോകുകയാണ്. ഹല്ലേലൂയ. ഒരു നിമിഷം വേഗത്തിൽ ഞാൻ നിർത്തും. ഒരു മിനിറ്റ് കൊണ്ട് ഞാൻ നിർത്താൻ പോകുകയാണ്. ഇന്ന് രാത്രിയിൽ കണ്ണുകൾ അടച്ച് കരങ്ങൾ കോർത്ത് പിടിക്കാൻ കഴിയുന്നവർ കരങ്ങൾ കോർത്ത് പിടിച്ചിട്ട് വേഗത്തിൽ 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 ഇന്ന് പകൽക്കാലം ഉറയ്ക്കട്ടെ. മറ്റാരുമല്ല നിന്റെ ബന്ധനത്തെ തകർക്കുന്നത്, മറ്റാരുമല്ല നിന്റെ ബന്ധനത്തെ അഴിക്കുന്നത്. ഇന്ന് രാത്രിയിൽ കണ്ണുകൾ അടച്ച് കരങ്ങൾ ചേർത്ത് പിടിച്ചാട്ട് കണ്ണുകൾ അടച്ചിട്ട് നീ ആത്മാവിൽ കാണട്ടെ. എൻ്റെക്കെതിരെ പതിയിരിക്കുന്ന പ്രത്യക്ഷത്തിൽ നിൽക്കുന്ന സിംഹത്തിൻ്റെ ശക്തികളെ ഇന്ന് രാത്രി ഞാൻ മെതിക്കുകയാണ്. പ്രത്യക്ഷത്തിലല്ലാതെ രഹസ്യത്തിൽ കിടക്കുന്ന അണലിയുടെ ശക്തികളെ ഇന്ന് രാത്രി ഞാൻ ചവിട്ടുകയാണ്. ബാലസിംഹത്തെയും പെരുമ്പാമ്പിനെയും ഞാൻ മെതിക്കുമെന്ന് ഇന്ന് രാത്രി ഉറപ്പോടെ പറയാൻ കഴിയുന്ന എത്ര പേരുണ്ട്? അന്യഭാഷയെ സ്തുതിക്കാൻ കഴിയുന്നവർ അന്യഭാഷയെ ദൈവത്തെ സ്തുതിച്ചാട്ട് യേശുവിന്റെ രക്തത്താൽ, യേശുവിന്റെ രക്തത്താൽ വാതുറന്ന് ദൈവത്തെ സ്തുതിച്ചാട്ട് വാതുറന്ന് മൗനമായി നിൽക്കരുത്. വാതുറന്ന് അന്യഭാഷയിൽ പോരാടാ, അന്യഭാഷയിൽ നിന്ന് മകൾ പോരാടാ. നിന്റെ മുമ്പിൽ നിൽക്കുന്ന തടസ്സം ഈ പ്രാർത്ഥന കഴിയുന്നതിന് മുമ്പ് അത് പ്രത്യക്ഷത്തിൽ നിൽക്കുന്നത് ഇന്ന് രാത്രിയിൽ അത് തകർന്നു മാറുകയാ. നിന്റെ നഗ്നനേത്രം കൊണ്ട് കാണാൻ കഴിയാതെ രഹസ്യത്തിൽ കിടക്കുന്നത് ഇന്ന് രാത്രി തകർന്നു മാറുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ അതങ്ങനെ സംഭവിക്കട്ടെ. യെസ് 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 യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ ആഭിചാരക്രിയകൾ ഇന്ന് രാത്രിയിൽ യേശുവിൻ്റെ നാമത്തിൽ ഇതിന്റെ നടുവിൽ തകർന്നു മാറുകയാ. പതരുന്ന വെളിപ്പാടിനായി സ്തോത്രം. ആഭിചാരത്തിന്റെ ക്രിയകൾ, ദുർമന്ത്രവാദ ശക്തികൾ, ഹോമ ശക്തികൾ ഇന്ന് രാത്രിയിൽ യേശുവിന്റെ നാമത്തിൽ തകർന്നു മാറട്ടെ. ആമേൻ ആമേൻ ആമേൻ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. നമുക്ക് വീണ്ടും കണ്ണടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാമല്ലോ. സിംഹത്തിന്മേലാണെങ്കിലും നീ ചവിട്ടും. സ്തോത്രം. ബാലസിംഹത്തെയും പെരുമ്പാമ്പിനെയും നീ മെതിച്ചു കളയുമെന്ന് ഹല്ലേലൂയ കർത്താവിൻ്റെ വചനം നമ്മെ അറിയിക്കുമ്പോൾ സ്തോത്രം. ഹല്ലേലൂയ.
ഈ ദിവസങ്ങളിൽ പ്രത്യക്ഷമായും പരോക്ഷമായും നമ്മുടെ എതിരിട്ട് നിൽക്കുന്ന ഹല്ലേലൂയ എല്ലാ അന്ധാര ശക്തികളെയും ഹല്ലേലൂയ ശാസിപ്പാനായിട്ട് ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ കെട്ടുകളെ ദൈവം പൊട്ടിപ്പാനായിട്ട് ഹല്ലേലൂയ പരിശുദ്ധാത്മാവിനാൽ ഹല്ലേലൂയ ദൈവം നമുക്ക് ബലം നൽകുവാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാമല്ലോ. സ്തോത്രം 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 ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ വീണ്ടും അടിമനുഖത്തിന് ഹല്ലേലൂയ അടിയിലാകാതെ സ്തോത്രം ഹല്ലേലൂയ ദൈവത്തിൽ നിന്നുള്ള ശക്തി ഏറ്റെടുത്ത് സ്തോത്രം ഹല്ലേലൂയ ബന്ധനങ്ങളെ ഹല്ലേലൂയ സ്തോത്രം അറുത്ത് കളയുവാനായിട്ട് ഹല്ലേലൂയ പുതിയ ബലം പ്രാപിപ്പാനായിട്ട് ഹല്ലേലൂയ ദൈവം നമ്മെ ഓരോരുത്തരെ സഹായിപ്പാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാമല്ലോ. സ്തോത്രം ഹല്ലേലൂയ സ്തോത്രം. നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലും, എൻ്റെ ശക്തിയാൽ ഞാൻ മതിൽ ചാടി കടക്കുമെന്ന് ഹല്ലേലൂയ സ്തോത്രം ഭക്ത പറഞ്ഞ പ്രകാരം സ്തോത്രം ഹല്ലേലൂയ പുതിയ അഭിഷേകത്താൽ പുതിയ ശക്തിയാൽ ദൈവം നമ്മെ നിറപ്പാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാമല്ലോ. സ്തോത്രം ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം. ഇന്ന് സന്ധ്യാസമയത്തെ മീറ്റിങ്ങിനെ ഹല്ലേലൂയ ദൈവം അനുഗ്രഹിച്ചല്ലോ. സൂക്ഷിപ്പാനായിട്ട് ഹല്ലേലൂയ തൻ്റെ ദാസനെ ദൈവം ബലപ്പെടുത്തിയതിനായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാമല്ലോ. തുടർന്നും ഹല്ലേലൂയ തൻ്റെ ദാസനെ ദൈവം ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ വീണ്ടും ശക്തിയോട് ഉപയോഗിക്കാനായിട്ട് പ്രത്യേകിച്ച് ഹല്ലേലൂയ താൻ ഹല്ലേലൂയ നേതൃത്വം നൽകുന്ന ആ സഭയെ ദൈവം അനുഗ്രഹിക്കാനായിട്ട് ഹല്ലേലൂയ ആ ദേശത്ത് ഹല്ലേലൂയ തൻ്റെ ദാസനെ ഹല്ലേലൂയ ശക്തിയോടെ ദൈവം ഉപയോഗിക്കാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാമല്ലോ. തൻ്റെ മടക്കയാത്രയിലും ദൈവം സൂക്ഷിപ്പാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാമല്ലോ. സ്തോത്രം ഹല്ലേലൂയ. ഇപ്പോൾ ഹല്ലേലൂയ നാം എല്ലാവരും പ്രാർത്ഥിച്ച് സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട രാത്രിക്കായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. സിംഹത്തെയും ഹല്ലേലൂയ അണിലിയെയും ചവിട്ടും, ഹല്ലേലൂയ പെരുമ്പാമ്പിനെയും ഹല്ലേലൂയ ബാലിൻ സിംഹത്തെയും മെതിച്ചു കളയുമെന്ന് ഹല്ലേലൂയ ഞങ്ങളെ കേൾപ്പിച്ചതിനാൽ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ അതിനുള്ള ശക്തി ഞങ്ങളുടെ മേലെ പകരുന്നതിനാൽ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിതബലത്തിലും ശക്തിപ്പെടുവാൻ ഇടയാക്കണമേ. ഹല്ലേലൂയ ഞങ്ങൾക്കെതിരെ പോരാടുന്നതായ രഹസ്യ ശക്തികളുണ്ട്. ഹല്ലേലൂയ ഞങ്ങൾ കാണുക. ഹല്ലേലൂയ പോരാടുന്നതായ ശക്തികളുണ്ട്. ഇതിനോട് പോരാടി ജയിക്കുവാൻ ഹല്ലേലൂയ ഉയരത്തിലെ അത്യന്ത ശക്തി പകരുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ ശ്രുടിപ്പാൻ ദാസനെ കരങ്ങളെടുത്തതിനാലേ സ്തോത്രം, ശക്തിപ്പെടുത്തിയതിനാലേ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ നിന്റെ അത്യന്തപരമായ ശക്തി ഞങ്ങളുടെ മൺപാത്രങ്ങളിലേക്ക് പകരണമേ. ഉപവസിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരെയും ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. യൗവനക്കാരെ ബലപ്പെടുത്തണമേ. ഹല്ലേലൂയ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കുവാൻ ഹല്ലേലൂയ പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി തീരുവാൻ ഇടിയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അബ്രഹാമിൻ്റെ അനുഗ്രഹം ഞാൻ എൻ്റെ ആത്മാവിനെ പകരും. ഹല്ലേലൂയ ഹല്ലേലൂയ. സകല ജഡത്തിന്മേലും ആത്മാവിനെ പകരണമേ. അബ്രഹാമിൻ്റെ അനുഗ്രഹം സകല ജഡത്തിന്മേലും പകരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. സുരുടിപ്പാൻ ദാസനെ കരങ്ങളെടുത്തനാലേ സ്തോത്രം. മടക്കി യാത്രയിൽ കൂടിയിരിക്കണമേ. പിന്നെയും കരങ്ങളെടുത്ത് ഉപയോഗിക്കണം. അനേക ജീവിതങ്ങൾക്ക് പ്രയോജനമായി തീരുവാൻ, ഹല്ലേലൂയ സഭകൾക്ക് പ്രയോജനമായി തീരുവാൻ തൻ്റെ സഭയെയും ഹല്ലേലൂയ കുടുംബത്തെയും രക്തവളപ്പിൽ സൂക്ഷിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമീൻ. കർത്താവ് പ്രാർത്ഥനയിടത്തിനാലേ സ്തോത്രം ചെയ്യാം. സ്തോത്രം സ്തോത്രം. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും യേശു ക്രിസ്തുവിൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യവും സംബന്ധവും നാം ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളോടും ഉലവങ്ങല വിശുദ്ധന്മാരോടും ഉപദേശിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും ഇപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമീൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ജയം തന്ന ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ആമേൻ. കർത്താവേ വേഗം വരണമേ.